അപ്പോൾ ദിവസത്തെ +2 കമ്പ്യൂട്ടർ സയൻസ് എടുത്ത എല്ലാ മക്കളുടെയും ഉള്ളിലുള്ള ഒരു വലിയൊരു കോമൺ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമ്മുടെ ക്രിസ്മസ് എക്സാമിന് പ്രോഗ്രാംസ് ചോദിക്കും. പ്രോഗ്രാം കോഡായിട്ട് തന്നെ നമ്മളോട് എഴുതാൻ ചോദിക്കും. മിക്ക കുട്ടികളുടെയും വലിയൊരു സംശയമാണിത്. നമ്മുടെ ലൈവ് എടുക്കുന്ന സമയത്തായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്തായിക്കോട്ടെ, ഒക്കെ നിങ്ങൾ മിക്ക പേരും വന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു ആൻസർ ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോണത്. ക്രിസ്മസ് എക്സാമിന് നമ്മുടെ പ്രോഗ്രാംസ് ചോദിക്കുമോ? യെസ്, ഒരു 80% നമ്മളോട് ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം നമ്മൾ പണ്ടത്തെ പോലെയല്ല, ഇപ്പം നമ്മൾ +2 എത്തിയിട്ടുണ്ട്. കുറച്ചും കൂടി വലിയ കുട്ടികളായി. നമുക്കിപ്പോൾ ഏകദേശം ഒരു 10 ചാപ്റ്ററോളം നമുക്കറിയാം അല്ലേ. അപ്പോൾ ഈ പ്രോഗ്രാംസ് റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ HTML ആയിക്കോട്ടെ, SQL ആയിക്കോട്ടെ, ജാവാസ്ക്രിപ്റ്റ് ആയിക്കോട്ടെ, C++ ആയിക്കോട്ടെ, ഇതൊക്കെ നമുക്കൊരു ഏകദേശ ധാരണ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളോട് എക്സാമിന്, തിയറി എക്സാമിനും കോഡ് ചെയ്താൻ ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പം മിസ് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഓരോ ഇയറിലും എങ്ങനെയാണ് ഇത് ചോദിക്കുന്നത് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കാനായിട്ടാണ്. ഓക്കെ, 2017 നമ്മളോട് 3 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ് ഈ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള HTML കോഡ് എഴുതുക. ഓക്കെ, അതേപോലെ തന്നെ 2017 തന്നെ നമ്മളോട് PHP കോഡും ചോദിച്ചിട്ടുണ്ട്. 1 to 10 നമ്പേഴ്സിന് നമുക്ക് പ്രിന്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള PHP കോഡ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ അതേ ഇയറിൽ തന്നെ ഫോം, നമുക്കിവിടെ ഒരു നമുക്ക് ഫോംസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ അറിയാം അല്ലേ. അപ്പോൾ ഒരു നെയിം നമുക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ പാസ്വേഡ് കൊടുക്കണമെങ്കിൽ, സബ്മിറ്റ് ബട്ടൺ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒക്കെ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുക. അപ്പോൾ ഇതിങ്ങനെ തന്നെ ചോദിക്കണമെന്നില്ല. ചിലപ്പോൾ നമ്മളോടൊരു കോഡ് തന്നിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു കോഡിൽ വന്ന എറർ എന്താണ്, ഇങ്ങനെയൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ നെക്സ്റ്റ് ഇയറിൽ 2018 നമ്മളോട് ബിലോ 100 ഉള്ള എല്ലാ ഈവൻ നമ്പേഴ്സിനെയും പ്രിന്റ് ചെയ്യാനുള്ള PHP കോഡ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, PHP കോഡ് ചോദിച്ചിട്ടുണ്ട്. PHP ഒക്കെ നമുക്ക് എഴുതാൻ സിമ്പിളാണ് അല്ലേ മക്കളെ. യെസ്, പിന്നെ നമ്മളോട് ഇവിടെ നമുക്കൊരു നല്ലൊരു വെബ് പേജ്, നല്ലൊരു അട്രാക്റ്റീവ് ടൈറ്റിലും, അതേപോലെ തന്നെ കേരളൻ്റെ ഒരു പിക്ചർ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കാനും, പിന്നെ നമുക്ക് എന്തെങ്കിലും കേരളനെ കുറിച്ച് എഴുതുക, അതേപോലെ തന്നെ ഇമേജസ് ഒക്കെ കൊടുക്കുക. ഇങ്ങനെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള കോഡും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, 2018 essay ക്വസ്റ്റ്യൻ ആണിത് കേട്ടോ. essay ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചത്. പിന്നെ അതേ ഇയറിൽ തന്നെ നമുക്ക് ഈ ഒരു ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കോഡ് ഉണ്ട്. പിന്നെ നമ്മളോട് അതുപോലെ തന്നെ 2018 ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രക്ചർ തന്നിട്ട് SQL കൂടുതലും നിങ്ങളോട് ക്വറീസ് ആണ് ചോദിക്കാറുള്ളത്. ഓക്കെ, 1 മാർക്കിന് അല്ലെങ്കിൽ 2 മാർക്കിനൊക്കെ ആയിട്ട് ക്വറീസ് ചോദിക്കാറുണ്ട്. പിന്നെ 2019 ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നിങ്ങൾക്ക് കാണുന്ന സമയത്ത് മനസ്സിലാവും കോമൺ ആയിട്ട് ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് അല്ലേ. ടേബിളൊക്കെ ഒരുപാട് തവണ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്. നമ്മൾ ആ ഒരു ചാപ്റ്റർ പഠിച്ച സമയത്ത് തന്നെ മിസ് പറഞ്ഞിട്ടുണ്ട് ടേബിളൊക്കെയാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ന്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഫോം തന്നിട്ടുണ്ട്. ഒരു ഫോം തന്നു. ഈ ഒരു ഫോം എങ്ങനെയാണ് HTML കോഡ് ഉപയോഗിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ 2023 അതായത് നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. essay ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളതാണ് ഈ ഒരു C++ സ്റ്റേറ്റ്മെൻറ്റ്സ്. കണ്ടോ, ഇങ്ങനെ നമ്മളോട് കോഡ് മൊത്തമായിട്ടല്ലാതെ സ്റ്റേറ്റ്മെൻറ്റ്സും ചിലപ്പോൾ ചോദിക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു ഇൻറ്റിജർ വാരിയബിൾ ഉണ്ടാക്കുക, അതിൻ്റെ സിൻടാക്സ്, അതേപോലെ എങ്ങനെയാണ് 99 എന്ന് പറഞ്ഞൊരു വാല്യൂ ആ വാരിയബിളിലേക്ക് അസൈൻ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ 1 വേർഡ് ആയിട്ടും നമ്മളോട് എന്ത് ചോദിക്കാം, ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ്സ് ചോദിക്കുക കേട്ടോ. അത് പോയിന്റേഴ്സ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ essayയിൽ വീണ്ടും SQL ക്വറി എഴുതാനുണ്ട്. ഒരു ടേബിൾ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ടേബിൾ ഉണ്ടാക്കുക, അതിന് ഇത്രയും കോളംസ് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് എങ്ങനെയാണ് ആ വാല്യൂസിനെയൊക്കെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുക, ലിസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓരോ വർഷങ്ങളിലായിട്ട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഇങ്ങനത്തെ പ്രോഗ്രാം കോഡുകൾ ചോദിക്കാത്ത ക്വസ്റ്റ്യൻസ് ഇല്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാമിനർ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കാണുന്ന മക്കൾക്ക് എല്ലാവർക്കും ഉറപ്പാണ് സിമ്പിളായിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾക്ക് പ്രോഗ്രാംസിലൊക്കെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നമ്മുടെ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ലൈവുകൾ, മാരത്തോൺസും ലൈവുകളും ഒക്കെ കറക്റ്റായിട്ട് 7 PM നമ്മുടെ ചാനലിൽ നടക്കുന്നുണ്ട്. ഒന്നുപോലും മിസ് ചെയ്യാതെ നിങ്ങൾ കറക്റ്റായിട്ട്, എക്സാമിനർ നിങ്ങളുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവും അല്ലേ. അപ്പോൾ കറക്റ്റായിട്ട് ഈ ക്ലാസ്സുകളൊക്കെ വന്ന് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. അത് കമ്പ്യൂട്ടർ സയൻസിൽ മാത്രമല്ല, എല്ലാ സബ്ജക്റ്റിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്.
ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സുകളൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ കണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പ്രോഗ്രാംസിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഏത് ടൈപ്പ് ഓഫ് വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമ്പ്യൂട്ടർ സയൻസ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് പ്രോഗ്രാംസ് ബുദ്ധിമുട്ടാണ്, പ്രോഗ്രാംസ് ചോദിക്കുമോ എന്നുള്ള ആ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക.